ഇനി എന്തൊക്കെ കളി കളിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷയില്ല. പാർട്ടി ക്യാമ്പുകളിൽ കടുത്ത നിരാശയാണ്. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് നെട്ടോട്ടം ഓടുകയാണ്. കഴിഞ്ഞ ദിവസം സ്വർണം കട്ടത് കോൺഗ്രസുകാരാണ്, അവരുടെ ഭരണകാലത്താണ് എന്ന് വരുത്തി തീർക്കാൻ ഗോവിന്ദൻ ശ്രമിച്ചു. എന്നാൽ കിണർ വറ്റിച്ച് സ്വർണം പുറത്തുവിട്ട് സതീശന്റെ ഒരു ഒന്നൊന്നര തിരിച്ചടി ഉണ്ടായിരുന്നു. ഗോവിന്ദൻ മാഷിന് മറവി സംഭവിച്ചതാണെങ്കിൽ അത് ഇതോടെ തീർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സതീശൻ രേഖകൾ ഓരോന്നോരോന്നായി പുറത്തിടുന്നത്. സത്യത്തിൽ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഒറ്റ ബുദ്ധിക്കാരനാണ്, പിടിവാശിക്കാരനാണ്. ഇങ്ങനെ തുടങ്ങി സതീഷിനെ തകർക്കാൻ പല കഥകളും അടിച്ചിറങ്ങി. പക്ഷേ അവിടെയൊക്കെ തന്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നും എടുക്കുന്ന തീരുമാനത്തിന് കടലിരമ്പി വന്നാലും മാറ്റമില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. സതീശനായിരുന്നു ശരി എന്ന് പിന്നീട് ഇപ്പോൾ കാലം തെളിയിക്കുകയാണ്. അത് മാത്രവുമല്ല, പൊതുമധ്യത്തിൽ പത്രക്കാരുടെയൊക്കെ മുന്നിൽ ഒരു ഫോട്ടോ കൂടി സതീശൻ പുറത്തുവിടുന്നുണ്ട്. ആ ഫോട്ടോയിലുള്ളത് ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എങ്കിൽ മറ്റൊരാൾ ഇന്ന് പിണറായി തള്ളിപ്പറയുകയും കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും പിണറായി എന്ന മുഖ്യൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം കൊണ്ടൊന്നും ഇനി കാര്യമില്ല എന്നും മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും രക്ഷയില്ല എന്നും തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലെ സതീശൻ പുറത്തുവിട്ട ഫോട്ടോ. അത് ഇന്നലെ ഗോവിന്ദൻ മാഷ് അബദ്ധം പറഞ്ഞതാണ്. അത് താങ്കൾ ഇവിടെ വന്നിട്ട് ആവർത്തിക്കുകയാണ്. അതായത് ഗുരുവായൂരിൽ ഒരു ആഭരണം നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന്, അപ്പോൾ പുതിയ മേൽശാന്തി വന്ന് കണക്കെടുത്തപ്പോഴാണ് ഇത് കാണായത്. അപ്പോൾ പിരിഞ്ഞുപോയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ആ പണം ഈടാക്കി 50,000 രൂപ ഈടാക്കി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക്, എൻ്റെ ഓർമ്മ മാതൃഭൂമിയാണെന്നാണ്, ഒരു ഫോൺ വന്നു. അത് മണിക്കിണറിൽ കിടക്കുന്നുണ്ട്, ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ നമ്പൂതിരി കുറ്റക്കാരനല്ല, ഈ നമ്പൂതിരിയെ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരാൾ ചെയ്താണ് എന്ന് പറഞ്ഞ് ഫോണും വന്നു, വിവരങ്ങളും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിക്കിണർ വറ്റിച്ചു. ഇത് തിരിച്ചു കിട്ടി. അത് ഗോവിന്ദൻ മാഷ് അറിഞ്ഞില്ല, ആ പ്രശ്നം. അത് എന്നിട്ട് ഒരു എത്രയോ വർഷക്കാലം കെ കരുണാകരൻ ഗുരുവായൂരിലെ തിരുവാഭരണം മോഷ്ടിച്ചതാണ് എന്നുവരെ പ്രചരണം നടത്തി CPM. കെ കരുണാകരൻ, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനായ ആ വലിയ മനുഷ്യൻ തിരുവാഭരണം അടിച്ചു മാറ്റിയെന്ന് കേരളം മുഴുവൻ പ്രചരണം നടത്തിയ വൃത്തികെട്ട പാർട്ടിയാണ് CPM. വൃത്തികെട്ട പാർട്ടി. ഇത് കെ കരുണാകരനെ കുറിച്ച്. ആ തിരുവാഭരണമാണ് മണിക്കിണറിലെ ചെളിയിൽ പൂണ്ട് കിടന്നിരുന്നത്. മണിക്കിണർ വറ്റിച്ചപ്പോൾ അത് തിരിച്ചു കിട്ടി. അത് ആ തന്ത്രിയെ, മേൽശാന്തിയെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. ഇതല്ല, അത് മറ്റേ കള്ളന്മാരാണ്. ആ വൈക്കത്തെ ഏറ്റുമാനൂരത്തെ ഞാൻ പറയാം, അത് കള്ളന്മാരാണ് മോഷ്ടിച്ചത്. അതായത് പ്രൊഫഷണൽ കള്ളന്മാർ, സ്റ്റീഫനെ പോലുള്ള പ്രൊഫഷണൽ കള്ളന്മാർ. CPM ഇത്രയും പ്രൊഫഷണൽ കള്ളന്മാരുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായില്ല, മറുപടി മനസ്സിലായില്ല. ഇത്രയും വലിയ പ്രൊഫഷണൽ കള്ളന്മാർ. അതായത് ദ്വാരപാലക ശില്പം, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടതിയാണ് പറഞ്ഞത്. അത് പൂശാൻ എന്നുള്ള വ്യാജേന അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ട് വ്യാജമായി ചെമ്പിൽ ഈ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി. എന്നിട്ട് അത് പോയി വെറുതെ പൂശിക്കൊണ്ടുവന്നു. എവിടെ പോയി? മറ്റത് പൊതിഞ്ഞതായിരുന്നു, ചെന്നൈ കൊണ്ടുപോയി പൂശിക്കൊണ്ടുവന്നു. ഇറ്റ് വാസ് സോൾഡ് ടു എ വിൽഫുൾ പർച്ചേസർ എന്നാണ് കോടതി പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതുകൂടി ഇത്രയും ചോദിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞുതരാം. കോടതി ഒരു കാര്യം പറഞ്ഞു, 2019 ഈ കൊള്ള നടന്നത് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും വീണ്ടും സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം മോഷ്ടിച്ച 3-4 കൊല്ലം ആരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കക്കും. അത് തന്നെയാണ് ശബരിമലയിൽ നടന്നത്. വീണ്ടും 2024 അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ കൂടി ഒന്നും കൂടി പൂശാൻ ആഗ്രഹം. ഇത് എന്തിനാന്ന് മനസ്സിലായില്ല. 5 കൊല്ലം മുമ്പ് കോടികളുണ്ടാക്കിയതാണ്. അപ്പോൾ തിരുവാഭരണം കമ്മീഷൻ ഒരു കത്ത് കൊടുത്തു, ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതും കക്കാൻ നോക്കിയതാ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം കൂടി അവന്മാരെ അടിച്ചു മാറ്റിയേനെ. ഇത്രയും വലിയ മോഷ്ടാക്കൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഒരു പാർട്ടി. ഒരു നടപടി പോലും എടുക്കാതെ. അത് നല്ല ഒരു ട്രോള് വന്നല്ലോ. അതായത് മുകേഷ് ജനപ്രതിനിധി അല്ല, അതുകൊണ്ട് നടപടിയില്ല. പത്മകുമാർ ജനപ്രതിനിധി അല്ല, പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് നടപടിയില്ല. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ മതി. വേറെ ആരെങ്കിലും ചോദിക്കും, കുറേ ചോദ്യമല്ലേ. ഇത് തന്നെ വന്നിരുന്നിട്ട് ഒരാൾ തന്നെ ചോദിച്ചപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കടകംപള്ളി വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ താങ്കൾ
താങ്കൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു, താങ്കൾ അതിനെതിരെ തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഉറപ്പായിട്ട് ഉറച്ചു നിന്നു ഞാൻ കോടതി പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടമായെന്ന് പറഞ്ഞിട്ട് 2 കോടി രൂപയുടെ നഷ്ടം മാനത്തിനുണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. 2 കോടി രൂപ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ തന്നെ ഞാൻ മറുപടി അയച്ചു. അപ്പോൾ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 2 കോടിയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ മാനത്തിനേ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. അതുകൊണ്ടൊന്ന് അറിഞ്ഞു. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ മാനമാണ്. ഞാൻ പറയില്ല, എൻ്റെ ഈ തെളിവുണ്ട്. അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് UDF കൂട്ടുകൂടുന്നു. ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ്. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെ, CPM-ന്റെ കൂടെ. എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇത് 1996 ഏപ്രിൽ 22-ാം തീയതിയിലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ദേശാഭിമാനിയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ, അതായത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് LDF-ന് പിന്തുണ കൊടുത്തു. രണ്ടാമത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപുറകെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. അതായത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഒക്കെയുള്ളൊന്നും ശരിയാമിതം മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം. മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യക്തവും. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുന്നു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. ഇനി അന്നത്തെ അമീർ ആയിട്ട് മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയാണ്. ഫോട്ടോയാണ്. ഒരു ബന്ധമില്ലെന്ന് ഇന്ന് രാവിലെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററിൽ താങ്കളും CPM നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? ഇനി വേറെ വാർത്ത, രഹസ്യ ചർച്ചയല്ല പിണറായി, അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരനാവശ്യ വിവാദവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിലുണ്ടായ അകൽച്ച മാറി. ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ്. അതെ, ജമാഅത്ത് ഇസ്ലാമി ഇത് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ജമാഅത്ത് ഇസ്ലാമിയുമായി പല വിഷയങ്ങളിലും CPM-ന് യോജിപ്പ്. തോമസ് ഐസക് കേട്ടോ, ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്, കാര്യങ്ങളും. ഇനി ദേശാഭിമാനി വീണ്ടും ജമാഅത്ത് ഇസ്ലാമി പിന്തുണ LDF-ന്. ദേശാഭിമാനി പത്രമാണ്. എന്താണ് കാര്യം? കോൺഗ്രസിന് സാമ്രാജ്യത്വ ശക്തികളുമായി, അതായത് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദാസ്യ മനോഭാവമാണ് അമേരിക്കയ്ക്ക്. അതിൽ പ്രതിഷേധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ LDF മേടിച്ചിരിക്കുകയാണ്. ഇനി 2019 കോയമ്പത്തൂരിലെ വിജയി, അതായത് CPM വിജയി ഇലക്ഷൻ കഴിഞ്ഞപ്പോ നടരാജൻ വെൽഫെയർ പാർട്ടി ഓഫീസിൽ നിന്ന് നന്ദി പറയാൻ നിൽക്കുക. ഫോട്ടോ കോയമ്പത്തൂർ തൊട്ടപ്പുറത്ത്, പാലക്കാട് അപ്പുറത്ത്. 2019 പാർലമെന്റ് കോയമ്പത്തൂരിലെ CPM സ്ഥാനാർത്ഥിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പറാ പിണറായി വിജയൻ. ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ട ആളാണ്. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂര് നടരാജൻ വന്ന് അഭിവാദ്യം ചെയ്തു.